എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വളരെ എളുപ്പമാണ് ഈ ഒരു തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലെയല്ല നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. തോരനൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ പെർഫെക്റ്റ് കളറായിട്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. ബീട്രൂട്ട് തോരൻ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ തോലെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഞാനിതുപോലെ ഒന്ന് പൊടിയായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ചോപ്പറിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബീട്രൂട്ടിലേക്ക് ഒരു സവാള ഒന്ന് പൊടിയായി ചോപ്പ് ചെയ്തത്, അരമുറി നാളികേരം, ഇനി നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഒന്ന് പൊടിയായി കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഒരു നുള്ള് നല്ല ജീരകപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം. ഇനി നമ്മുടെ തോരന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് കുറച്ച് കുരുമുളക് കൂടെ ചതച്ച് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് ചേർത്തൊന്ന് പൊട്ടി വരട്ടെ. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് എണ്ണയിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ട് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് നേരം മൂടി തുറന്ന് വെച്ച് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ 1 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ച തോരന് നമുക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചോപ്പറിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഇതിൽ ധാരാളം വെള്ളം വരാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര എളുപ്പത്തിലാണ് നമ്മളിതുപോലൊരു ഹെൽത്തി തോരൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർ ഇതുപോലെയല്ല തോരൻ തയ്യാറാക്കുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസവും കൂടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.